ഇപ്പോൾ കൂറ്റനാട് ടൗൺ ഡെവലപ്മെന്റ് എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതി, അതിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു പുനഃപരിശോധന ഉണ്ടാവും. സാമൂഹ്യാഘാത പഠനം വളരെ കൃത്യമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കുട്ടനാട് പട്ടണത്തെ ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുത്തിയതിൽ ഇവിടുത്തെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും പങ്കിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പലരുടെയും പതിറ്റാണ്ടുകളായിട്ടുള്ള ഉപജീവനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ബദൽ സാധ്യതകളുണ്ട്. ഇപ്പോൾ റോഡ് ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എത്ര വീതിയാണ് വേണ്ടി വരിക, നിലവിൽ എത്ര വീതി ഉണ്ട്, കൂടുതൽ സ്ഥലമേറ്റെടുപ്പ് എവിടെയെല്ലാം വേണം, മൊത്തത്തിൽ വേണോ, ചില സ്ഥലങ്ങളിൽ മാത്രം മതിയോ എന്നതൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു പുനഃപരിശോധനയിലൂടെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പ്ലാനിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ നിർദ്ദേശത്തെ പരിപൂർണമായിട്ട് നിരാകരിക്കുകയല്ല, എന്നാൽ അതിനെ സമഗ്രമായിട്ട് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത UDF സർക്കാർ ആ നോട്ടിഫിക്കേഷനും പുനഃപരിശോധിക്കും.